യുവതിയെ കൊലപ്പെടുത്താൻ പെൺവേഷം ധരിച്ച് ഗുരുവായൂരിലെത്തിയ യുവാവ് ഉൾപ്പെടെ 5 അംഗ സംഘം പിടിയിൽ. ഇടുക്കി തൊടുപുഴ സ്വദേശികളായ പ്രസാദ്, ആദർശ്, ബിനീഷ്, ഷാഹിദ് അലി, സ്റ്റെഫിൻ എന്നിവരാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പിടിയിലായത്. പോലീസ് പട്രോളിംഗിനിടെ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ പെൺവേഷത്തിൽ പണപ്പിരിവ് നടത്തുന്ന പ്രസാദിനെയാണ് പോലീസ് ആദ്യം പിടികൂടിയത്. പിന്നീട് ആദർശും പിടിയിലായി. തുടർന്ന് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ പ്രസാദ് തൊടുപുഴ സ്വദേശിയാണെന്നും നിരവധി കേസുകളിൽ പ്രതിയാണെന്നും വ്യക്തമായി. തൃശൂരിലെ ജോലി ചെയ്യുന്ന സുഹൃത്തിനെ കാണാനായി ഗുരുവായൂരിലെത്തിയതാണെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. സ്ത്രീവേഷം ധരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തായ യുവതി സ്ത്രീകൾ മാത്രമുള്ള ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെന്നും ഈ ഫ്ളാറ്റിൽ പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ് സ്ത്രീവേഷം ധരിച്ചതെന്നും ഇയാൾ മറുപടി നൽകി. ഇയാളുടെ മറുപടിയിൽ സംശയം തോന്നിയ പോലീസ് നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ തൊടുപുഴ രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാർ കണ്ടെത്തി. കാറിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. കാറിൽ നടത്തിയ പരിശോധനയിൽ 16 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ പിടിയിലായ പ്രസാദിന്റെയും ആദർശിന്റെയും സുഹൃത്തുക്കളാണെന്ന് മറുപടി നൽകി. സ്പായിൽ ജോലി ചെയ്യുന്ന യുവതിയും പ്രസാദും തമ്മിൽ മുൻപ് അടുപ്പത്തിലായിരുന്നുവെന്നും കുറച്ചുകാലമായി ഇരുവരും പിരിഞ്ഞു കഴിയുകയാണെന്നും ഇവർ പോലീസിന് മൊഴി നൽകി. ഇതോടെ യുവതിയെ വകവരുത്താനാണ് പ്രസാദ് ഗുരുവായൂരിലെത്തിയതെന്ന് പോലീസിന് മനസ്സിലായി. യുവതിയുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച പോലീസ് യുവതിയെ കണ്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രസാദിനെ ഭയന്നുകൊണ്ടാണ് തൃശൂരിൽ നിന്നും മാറി ഗുരുവായൂരിൽ താമസിക്കുന്നതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് യുവതിയെ വിട്ടയച്ച ശേഷം കസ്റ്റഡിയിലുള്ള 5 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.